ശബരിമലയിൽ മേൽശാന്തി തെരഞ്ഞെടുപ്പ് ശബരിമലയിലും മാളികപ്പുറത്തും പൂർത്തിയായിരിക്കുകയാണ്. ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ 22-ാം തീയതി രാഷ്ട്രപതി ശബരിമലയിലേക്ക് എത്തുന്നു. നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള PS പ്രശാന്ത്. സാർ നമസ്കാരം. ഇന്നിപ്പോൾ മേൽശാന്തി തെരഞ്ഞെടുപ്പ് വളരെ സുഗമമായി തന്നെ 2 മേൽശാന്തിമാരുടെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്താണ് ഇത് സംബന്ധിച്ച് സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്? അല്ല, അത് യഥാവിധി എങ്ങനെയൊക്കെയാണോ ഒരു ശബരിമല മേൽശാന്തിയും മാളികപ്പുറം മേൽശാന്തിയും തെരഞ്ഞെടുക്കേണ്ടത് ആ രീതിയിൽ തന്നെ ക്രമപ്രകാരം തന്നെ ആചാരവിധി പ്രകാരം അതെല്ലാം നടന്നു. വളരെ ശുഭകരമായി കാര്യങ്ങൾ പര്യവസാനിച്ചിരിക്കുകയാണ്. ഇനി 22-ാം തീയതിയോടുകൂടി ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശബരിമലയിലേക്ക് വരികയാണ്. അതിന്റെ എല്ലാവിധമായ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചുകൊണ്ട്, എല്ലാ ആചാരക്രമങ്ങളും പാലിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഈ ദർശനം പൂർത്തിയാക്കി മടങ്ങും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഹൈക്കോടതിയുടെ അനുമതി അടക്കം വാങ്ങിയെടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡ്. എങ്ങനെയാണ് ഈ സമയക്രമങ്ങളൊക്കെ? രാവിലെ തന്നെ ദർശനമാണോ? എങ്ങനെയാണ് 8 മണിയോടുകൂടി നിലയ്ക്കലേക്ക് എത്തുകയാണ്? ഇതെല്ലാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അറിയിച്ചതിന് ശേഷം തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ നമുക്ക് നിലയ്ക്കലേക്ക് രാഷ്ട്രപതി കോപ്റ്ററിൽ എത്തും. 21-ന് പിന്നെ വൈകുന്നേരം അവിടെ ഉണ്ടാവും. പിന്നെ സമയക്രമങ്ങൾ ആയി വരുന്നതേ ഉള്ളൂ. എന്തായാലും അവിടുന്ന് ക്രിസ്ത്യൻ ദർശനം ഇവിടെ 1 മണിക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൃത്യമായി 1 മണിക്ക് ഭഗവാന്റെ സന്നിധിയിലെത്തി ദർശനം നടത്തും. നിലയ്ക്കൽ നിന്ന് റോഡ് മാർഗവും പിന്നീട് പ്രത്യേക വാഹന വ്യൂഹം സന്നിധാനത്തേക്ക് അതെല്ലാം അങ്ങനെ തന്നെയാണ്. അതെല്ലാം ഒരു NSTയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് കാര്യങ്ങൾ നടക്കും. തിരികെ മടങ്ങുന്ന ദർശനം കഴിഞ്ഞ് തിരികെ ഇവിടെ ദർശനം കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് എടുത്ത് 4 മണിയോടുകൂടി മടങ്ങും എന്നാണ്. അന്നത്തെ ദിവസത്തെ അതിനുശേഷം 10 മണി വരെ ഉണ്ടല്ലോ. അപ്പൊ ഭക്തജനങ്ങൾക്കുള്ള ദർശനത്തിനുള്ള സൗകര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും? ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഈ ദർശനം പൂർത്തിയാക്കി പോയി കഴിഞ്ഞാൽ പരമാവധി ഭക്തജനങ്ങൾ നമുക്ക് നിലയ്ക്കലിൽ നിന്ന് പരമാവധി ഭക്തജനങ്ങളെ നമുക്ക് തലേ ദിവസവും വലിയൊരു നിയന്ത്രണമുണ്ട്. 25,000 തലേ ദിവസവും ചെറിയൊരു നിയന്ത്രണമുണ്ട്. അത് ഒരു വൈകുന്നേരത്തോടുകൂടി തീർക്കുന്ന തരത്തിലാണ്. 21-ാം തീയതി ചെറിയ നിയന്ത്രണം മാത്രമേ ഉള്ളൂ. പക്ഷേ 22-ന് പൂർണ്ണമായ നിയന്ത്രണമായിരിക്കും. രാഷ്ട്രപതി ഇവിടെ നിന്ന് പുറപ്പെട്ടു പോയതിനു ശേഷം മാത്രമേ ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കുകയുള്ളൂ. ഇനിയാണ് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതിനോടകം തന്നെ ശബരിമലയിൽ ഒരുക്കിയിട്ടുള്ളത്. NSCയുടെ പ്രത്യേക നിയന്ത്രണത്തിലായിരിക്കും 22-ാം തീയതി ശബരിമല ഉണ്ടാവുക. മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയും രാഷ്ട്രപതിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ NSC കമാൻഡോസാണ് തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ പ്രോട്ടോകോൾ പ്രകാരമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തിനായാലും രാഷ്ട്രപതി ഇവിടെ നിന്നും 22-ാം തീയതി നിലയ്ക്കലെത്തി മടങ്ങിയതിനു ശേഷം അയ്യപ്പ ഭക്തർക്ക് വീണ്ടും ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, സന്നിധാനം.